അപ്പോൾ ഞാൻ നോട്ട് തന്നെ കേട്ടോ, ഭയങ്കര പൈസക്കാരി ആയിക്കാണ്. അപ്പോൾ ഏതാ ഓള നോട്ട് ഇവിടെ എണ്ണുണ്ട്, 500 100 ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭാഗത്തിട്ട് വെച്ചതുകൊണ്ട് അൽഹംദുലില്ലാ ഇത്രയും പൈസ ഇപ്പം ബാക്കിയാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ താല്പര്യമുള്ളവർ. പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു 15 കിലോയോളം വെയിറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഫുഡ് കൺട്രോൾ മാത്രമാണ് കേട്ടോ, അതിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഇത്രയും പൈസ കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു പെട്ടി, സാധാ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട്, പിന്നെ നമുക്ക് വേറെ ഒന്നുണ്ട്, ഇത് എപ്പോൾ വേണേലും പൊളിക്കാൻ പറ്റും, പക്ഷേ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം പൊളിക്കണം എന്നുള്ള നിയത്തോടെ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ ഇതാ ഇത്രയും ക്യാഷ് കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു പെട്ടി ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഒരു പൈസ ഇട്ടേക്കാനും വേണ്ടിയിട്ട് സെറ്റാക്കിയതേനി. അപ്പോൾ ഇത് പൊളിച്ചതാണ് കേട്ടോ, ഇതിൻ്റെ ഷോർട്ട് ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. ഇത് പൊളിച്ച് അതിന്ന് കിട്ടിയ പൈസയാണ്. ഒരു വർഷം കറക്റ്റായിട്ട്, ഒരു വർഷം ആവണേ ഉള്ളൂ അപ്പോഴേക്കിനും എനിക്ക് ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത്, അൽഹംദുലില്ലാ ആപത്ത് കാലമായിട്ടില്ല, പക്ഷേ എനിക്കിപ്പോൾ ക്യാഷിന് ആവശ്യം വന്നു, അക്കൗണ്ട് പൈസ ഇല്ല. അപ്പം ഞാനിത് പൊളിച്ച് നോക്കിയപ്പോൾ ഇതിൽ പകുതി ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പെട്ടിയിൽ. പക്ഷെ ഒറ്റ നോട്ടും പിന്നെ പൂപ്പൽ വരികയെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഞാൻ എങ്ങനെ ബാക്കിയാക്കിയതെന്ന് ചോദിച്ചാൽ, പിന്നെ നമുക്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഞാൻ അധികം ചെയ്തുകൊണ്ടിരുന്ന തെറ്റെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വണ്ടിക്ക് ഓയിൽ അടിക്കുകയാണെങ്കിലും അത് റൗണ്ടാക്കിയിട്ട് അടിക്കും, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഒരു ഷോപ്പിൽ പോകുകയാണെങ്കിലും ഒരു 50 രൂപ കൊടുത്താൽ അതിന് 30 രൂപേൻ്റെ സാധനം നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷേ ബാക്കി 20 കൂടി എക്സ്ട്രാ അടിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മിഠായി വാങ്ങിപ്പോരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കും. അങ്ങനെ ആ പൈസ അങ്ങോട്ട് ഫില്ലാക്കുന്ന ഒരു പരിപാടി ഉണ്ടായി എനിക്ക്. അങ്ങനെ ആണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ ജസ്റ്റ് തുടങ്ങി നോക്കിയത്. അതിൻ്റെ ശേഷം എനിക്ക് ഈ ഒരു പെട്ടിയിൽ എന്നും എന്തെങ്കിലും ഒന്ന് ഇടാഞ്ഞാലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ചില്ലറ ബാക്കിയാക്കി കൊണ്ടുവരും. അപ്പോൾ 50 ആണ് നമ്മൾ കടക്കാരന്. ഞാൻ പിന്നെ ഗൂഗിൾ പേ അങ്ങനെ ഉപയോഗിക്കുകയില്ല കയ്യിൽ ക്യാഷുള്ളപ്പോൾ. അപ്പോൾ ഈ ഗൂഗിൾ പേക്ക് പകരം 50 ആണ് ഞാൻ കടക്കാരന് കൊടുക്കണം. അതിന് 30 രൂപേൻ്റെ സാധനം വാങ്ങുമ്പോൾ ബാക്കി 20 രൂപ കിട്ടും. ആ 20 ഇതിൽ കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ 40 രൂപേൻ്റെ സാധനമാണെങ്കിൽ 10 രൂപ ബാക്കിയിട്ട് അത് കൊണ്ടുവന്നിടും. ഇനി 20 ചിലവായാൽ ബാക്കി 30 തീയിടും. അങ്ങനെ ചില്ലറകൾ മുതൽ 10, 20, 50, 100, 200, 500 എല്ലാ പൈസകളും ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ 10 ഉണ്ട്, ഇത് 50ൻ്റെ കെട്ടാണ്, ഇത് 20ൻ്റെ കെട്ടാണ് കണ്ടോ, 20ആണ് കൂടുതലുള്ളത്. പിന്നെ ഇത് 10, പിന്നെ 100, 200, 500 അതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എണ്ണിയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അൽഹംദുലില്ലാ ഇത് ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ എണ്ണിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചപ്പോൾ, പിന്നെ കുട്ടിക്കാലം മുതലേ നമ്മൾ ചില്ലറകളൊക്കെ കിട്ടുന്നത് അങ്ങനെ എടുത്ത് വെക്കുമല്ലോ, അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചതാണിത്. ഞാൻ നോട്ടുകൾ മാത്രമായിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇപ്പം ചെറിയൊരു പൈസൻ്റെ ആവശ്യം വന്നപ്പോൾ അതിന് കവർ ചെയ്യാൻ ഇതുണ്ടോ നോക്കുകയാണ്. ഇൻഷാ അല്ലാ ഇത് ഞാൻ പോലും അറിയാതെ ബാക്കിയായി വന്ന പൈസയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്തായാലും ചിലവാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ 500 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതിവിടെ പരിസരത്തൊക്കെ ഉള്ള ആളുകൾ ഗൂഗിൾ പേ ഇല്ലാത്തവർ ചിലപ്പോൾ ഒരു 500 ഉണ്ടോ 1000 ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കയ്യിൽ ക്യാഷ് തന്നിട്ട് എന്നോട് ഗൂഗിൾ പേ സെൻഡ് ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ. അപ്പോൾ ആ സമയത്ത് ആ പൈസയും കയ്യിൽ വെച്ചാൽ ചിലവായി പോകുന്നു കരുതിയിട്ട് ഞാൻ അതിൽ 500 എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നും ഇല്ലെങ്കിൽ 500 മാറ്റി വെച്ചിട്ട് 500 ഇതിലിടും. പിന്നെ അങ്ങനെ മാറ്റി വെക്കണമാണ്. പിന്നെ 200, 300 ഒക്കെ 500 നമ്മൾ ചേഞ്ച് ആക്കുമല്ലോ, അപ്പോൾ അതിൽ ഒരു 200 മാറ്റി വെക്കും, എന്നിട്ട് ബാക്കിയുള്ള പൈസ ചിലവാക്കും. പിന്നെ 100 ആണെങ്കിലും അങ്ങനെ 200 നമ്മൾ ചില്ലറാക്കുമ്പോൾ അത് 100 മാറ്റി വെച്ചിട്ട് 100 ചിലവാക്കും. അങ്ങനെയാണ് ഈ 100, 200 ഒക്കെ ഉണ്ടായത് കേട്ടോ. ഓരോ നോട്ടിന് ഓരോ കഥകൾ പറയാണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ അവസരത്തിലുണ്ടായതാണ്. എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് ഇത് ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു സാമ്പത്തിക കൈകാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത് ഫോളോ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഓൽക്ക് ആണുങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലവുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെപ്പോലെ സ്ത്രീകളെപ്പോലെ സൂക്ഷിച്ച് വെക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ കയ്യാവുന്നവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ടോട്ടലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫോണിൽ കാൽക്കുലേറ്റർ റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ എണ്ണി വെക്കല്ലേ എത്ര ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഞാനിത് എണ്ണി കൗണ്ട് ചെയ്യണതിൻ്റെ മുന്നേ അറിയണ പോലെ ഒന്ന് ഗസ് ചെയ്യട്ടോ.
അപ്പോൾ ആദ്യം തന്നെ 50 എണ്ണി നോക്കാം കേട്ടോ. 10 20 നമുക്ക് മനക്കണക്ക് കൂട്ടാൻ കഴിയുമല്ലോ, പക്ഷെ 50 അങ്ങനെ കൂട്ടാൻ കഴിയൂല. അപ്പോൾ നമുക്ക് 50 എണ്ണി ഒക്കെ അല്ലേ. എൻ്റെ പൈസ എത്ര ഉണ്ട് ഇത് കൂട്ടി വയ്ക്കുകയോ? യോ 2000 ഒക്കെ എന്നോടത്ത് പോയിന് വളെ. അപ്പോൾ നമുക്ക് 50 എണ്ണി നോക്കാം. 1 18 എണ്ണമാണ് 50 വരുന്നത്. അപ്പോൾ ഇവിടെ 10 എണ്ണം വരുമ്പോൾ 500, 8 എണ്ണം വരുമ്പോൾ 400, 900 രൂപ. അപ്പോൾ 900 പ്ലസ് ഇനി നമുക്ക് 20 നോക്കാം. 1 41, 42, 43, 44, 45. 45 ആകുമ്പോൾ 450, 450, 900. ഇതും 900 കറക്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ടാലിയായി വന്നേ. അപ്പോൾ അതും 900. അടുത്തത് നോക്കാം. ഞാനതിങ്ങനെ എണ്ണണ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യട്ടോ, എത്ര ഉണ്ടാവും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേ. 1 2 ഇത് 36 എണ്ണം 360 രൂപ അല്ലേ. 360 പ്ലസ് ഇനി നമുക്ക് 100 നോക്കാം. 100 1 2 17 18 എണ്ണം 1800 രൂപ. 1800 പ്ലസ് അടുത്തത് 200 കുറച്ചേ ഉള്ളൂ. 1 2 3 4 5 1000 രൂപ. അടുത്തതാണ് 500. മാഷാ അല്ലാഹ്. 19 എണ്ണം കറക്റ്റ്. 19 എണ്ണം ആകുമ്പോൾ ഇവിടെ 9500. 9500. അപ്പോൾ എനിക്കിവിടെ ടോട്ടല് 14,460 രൂപയാണ് എനിക്ക് കിട്ടിയത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ഉണ്ട്. എനിക്കിപ്പം പെട്ടെന്നൊരു 10,000 രൂപേൻ്റെ ആവശ്യം വന്ന് അപ്പം ഞാൻ ഇത് തുറന്നു നോക്കിയതാണ്. അപ്പോൾ 14,460 രൂപയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാനും കൂടെ പ്രതീക്ഷിക്കാതെ വന്ന ഒരു പൈസയാണ്. പിന്നെ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായ നേരത്ത് ഞാൻ ഇതുപോലെ ഒരു 2000 രൂപ ഞാൻ ഇതിന് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ 15,000 രൂപേൻ്റെ മേലേക്ക് എന്തായാലും ഉണ്ടാവും. ഇതിപ്പോൾ 460 എന്ന് പറയുമ്പോൾ ചില്ലറൻ്റെ കുറവേ ഉള്ളൂ. എന്തായാലും 15,000 രൂപ ഒരു വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ബാക്കിയായി കിട്ടിയത്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ ആ ഒരു എമൗണ്ടിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഇതും നമുക്ക് കൃത്യമായിട്ടൊരു ഇൻകം വേണം, എന്നാൽ മാത്രമേ. പിന്നെ പ്രവാസികളെ ഭാര്യമാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ പൈസ വരുമ്പോൾ അതൊന്നൊക്കെ ഇതുപോലെ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു സാമ്പത്തിക ഐഡിയകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെയും പറയുകയാണ്, ഞാനും കൂടി അറിയാതെ അല്ലെങ്കിൽ എന്തായാലും ചിലവായി പോകുന്ന ഉറപ്പുള്ള പൈസകളാണ്. അതിൽ പിന്നെയും ബാലൻസ് നിൽക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു സംഖ്യ ഞാൻ ബാങ്ക് കൊണ്ടുപോയിടുള്ളൂ. പക്ഷേ ഇതും ഒരു നോട്ടോ 2 നോട്ടോ മാത്രമായിട്ട് ബാങ്ക് കൊണ്ടുപോയിടാൻ മടിച്ചിട്ട് ഞാനെടുത്ത് ചിലവാക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭാഗത്തിട്ട് വെച്ചതുകൊണ്ട് അൽഹംദുലില്ലാ ഇത്രയും പൈസ ഇപ്പം ബാക്കിയാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ താല്പര്യമുള്ളവർ. പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിനൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണത്. പിന്നെ ചില കാര്യത്തിൽ നമ്മൾ ചില അത്യാവശ്യങ്ങൾ കഴിച്ചിട്ട് അനാവശ്യങ്ങൾ ചിലതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ശീലം കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ശീലിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ആരോഗ്യപരമായിട്ടും ഇപ്പം പുറത്തിറങ്ങിയാൽ ഭക്ഷണം കഴിക്കണ ചെറിയൊരു സംഖ്യയല്ലേ, ഒരു 20 അല്ലേ 10 അല്ലേ എന്നൊക്കെ കരുതിയിട്ട് പൊരികളോ അതും ഇതൊക്കെ വാങ്ങി കഴിക്കണ ഒരു ശീലം കൂടി എനിക്കുണ്ടായിനി.
പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു 15 കിലോയോളം വെയിറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഫുഡ് കൺട്രോൾ മാത്രമാണ് കേട്ടോ, അതിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സന്തോഷവും അങ്ങനെ നല്ല നല്ല ശീലങ്ങളും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതെന്താ ഇത് ഒരേപോലെ ഉണ്ടല്ലേ ഇവിടെ വെക്ക്. ഞാൻ എന്താ അവിടെ മാറ്റി വെച്ചതാ വിചാരിച്ച്. അതൊക്കെ എടുത്തേക്ക് പൈസ. അപ്പോൾ നമുക്ക് എന്നാൽ പോകാൻ നോക്കല്ലേ. എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒരുപാട് പേര് എന്നും വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ ഉംറൻ്റെ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.